റെഡ്മി നോട്ട് 10 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റെഡ്മി നോട്ട് 10 സീരീസിൽ 3 ഫോണുകൾ വരുന്നുണ്ട്. റെഡ്മി നോട്ട് 10, റെഡ്മി നോട്ട് 10 പ്രോ, പിന്നെ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ്. ഇതിൽ റെഡ്മി നോട്ട് 10 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 10 പ്രോ എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഈ ഫോണിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഇതുവരെ 25,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടെങ്കിൽ അതിൽ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. അതല്ല AMOLED ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യില്ല. എന്നാൽ ഈ ഒരു ഫോണിൽ അങ്ങനെയല്ല. സൂപ്പർ AMOLED ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഫസ്റ്റ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1200 നിറ്റ്സ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഈ ഫോണിൽ വളരെ ചെറിയൊരു പഞ്ചോളാണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചോളിൻ്റെ ഡയമീറ്റർ വരുന്നത് ഏകദേശം 2.96 mm മാത്രമാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 360 ആംബിയൻ ലൈറ്റ് സെൻസർ വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 4.5 പോയിൻ്റാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടെങ്കിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ ഒന്നും കൊടുത്തിട്ടില്ല. ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ബാക്ക് ബോഡി വരുന്നുണ്ട്. ഇവോൾ എന്ന പേരിൽ വിളിക്കുന്ന ഡിസൈനാണ് ഈ ഫോണിൻ്റെ ബാക്കിൽ വരുന്നത്. പിന്നെ ഈ ഫോൺ 3 കളർ വേരിയൻസിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിൻറ്റേജ് ബ്രോൺസ്, ഗ്ലേഷ്യർ ബ്ലൂ, പിന്നെ ഡാർക്ക് നൈറ്റ്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാമാണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.1 mm ആണ്. പിന്നെ ഈ ഫോണിൽ PTI കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 4 പോയിൻ്റാണ് കൊടുക്കുന്നത്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് പോക്കോ X3 എന്ന ഫോണിലൊക്കെ കണ്ടിട്ടുള്ള അതേ ഒരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ Adreno 618 എന്ന GPU ആണ് വരുന്നത്. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് 4G പ്രോസസ്സറാണ്. അപ്പോൾ ഇവിടെ 2 അഭിപ്രായം വരാൻ ചാൻസ് ഉണ്ട്. ചിലവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5G പ്രോസസ്സർ കൊടുക്കാത്തത് ഒരു നെഗറ്റീവായിട്ട് തോന്നിയേക്കാം. മറ്റു ചിലർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ ഈ ഫോണിൽ വരുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായേക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസേഴ്സിന് അനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലവർ പെട്ടെന്ന് ഫോൺ മാറ്റുന്ന സ്വഭാവക്കാരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് 5G ഇല്ലാത്തത് വലിയൊരു പ്രശ്നമായിട്ട് വരില്ല. പക്ഷേ ചിലവർ ഫോൺ എടുക്കുമ്പോൾ 3-4 കൊല്ലമൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും എടുക്കുക. അങ്ങനെയുള്ളവർക്ക് 5G ഇല്ലാത്തത് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വന്നേക്കാം. പിന്നെ ഈ ഫോണിൻ്റെ 3 വെർഷൻസാണ് വരുന്നത്. ബേസ് വേരിയൻറ്റിൽ 6GB റാമും 64GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. പിന്നെ 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. ഈ ഫോണിൽ LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോണിൽ ഡ്യുവൽ ലെയർ ഗ്രാഫൈറ്റ് കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ Z-ആക്സിസ് ഹാപ്റ്റിക് മോട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വൈബ്രേഷൻ എഫക്റ്റ് ഒക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 4 പോയിൻ്റ് ആയിരിക്കും കൊടുക്കുക. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹൈറസ് ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. Android 11 ബേസ് ചെയ്തിട്ടുള്ള MIUI 12 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 3.5 പോയിൻ്റാണ് കൊടുക്കുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.9 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സാംസങ് GW3ൻ്റെ സെൻസറാണ്. പിന്നെ ഈ ഫോണിൽ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ 5 മെഗാപിക്സലിലെ ഒരു സൂപ്പർ മാക്രോ ലെൻസ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഇത് ടെലിഫോട്ടോ ലെൻസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു സെൻസറാണ്. പിന്നെ ഈ ഫോണിൽ 2 മെഗാപിക്സലിലെ ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് മോഡ് 2.0 എന്നുള്ള ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ സോഫ്റ്റ്വെയറിൽ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാജിക് ക്ലോൺ മോഡ്, ലോങ് എക്സ്പോഷർ മോഡ്, വീഡിയോ പ്രോ മോഡ്, ഡ്യുവൽ വീഡിയോ, ഇതുപോലെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്.
സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിലെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. നൈറ്റ് മോഡ് എന്ന ഫീച്ചർ സെൽഫി ക്യാമറയിലും വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 3.5 പോയിന്റ് ആയിരിക്കും കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പോയിന്റ് നമ്മൾ കൊടുക്കുന്നത് സ്പെസിഫിക്കേഷൻ മാത്രം നോക്കിയിട്ടാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 5020 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ബോക്സിൽ തന്നെ 33 വാട്ടിൻ്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. കമ്പനി അവകാശപ്പെടുന്ന ഒരു കാര്യം, ഏകദേശം 30 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ 59% വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ്. അതുപോലെ ഏകദേശം 75 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ കഴിയും. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 6GB റാം 64GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. 6GB റാം 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. 8GB റാം 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 18,999 രൂപയാണ്. മാർച്ച് 17 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയും അതുപോലെ mi.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. പോയിന്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഫോണിന് 30ൽ 22.5 പോയിന്റാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്ര പോയിന്റ് കൊടുക്കുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് റെഡ്മി നോട്ട് 10 പ്രോ എന്ന ഫോൺ വരുന്നത്. അതും അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ചിലവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5G ഇല്ലാത്തത് ഒരു നെഗറ്റീവായിട്ട് തോന്നിയേക്കാം. അത് യൂസേഴ്സിനനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ 5G ഇല്ല എന്നുള്ള കാര്യം ചെറുതായിട്ട് മനസ്സിലുണ്ട്. എന്നാലും റെഡ്മി നോട്ട് 10 പ്രോ എന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഫോണായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.